ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇതേപോലെ ഡിസൈൻ ഉണ്ട് കേട്ടോ. ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും സെപ്പറേറ്റ് ഇട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ ഈ ഒരു ഡിസൈനുള്ള പോർഷൻ മാത്രം മടക്കിയിട്ട് കൊടുത്തിട്ട് ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്യുന്നത്. അതിനുശേഷമാണ് ബാക്ക് സൈഡ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ അങ്ങ് മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡിസൈൻ വന്ന സൈഡ് മാത്രമാണ് കേട്ടോ ഞാൻ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സൈഡ് മാത്രമാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കറക്റ്റ് ലെവലിൽ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കട്ടിങ് വരുന്ന ആ പോർഷൻ ആയതുകൊണ്ട് ലെവലല്ലാതെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്രണ്ട് സൈഡിൽ ഈ ഫോൾഡ് വരുന്ന പോർഷനിലാണ് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണോ കഴുത്തിൻ്റെ വൈഡൊക്കെ വേണ്ടത് അതനുസരിച്ചിട്ട് മൈനസ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എനിക്കിവിടെ വേണ്ട ഷോൾഡർ എന്ന് പറയുന്നത് 13.5 ആ 13.5യുടെ ഹാഫ് എടുക്കുക. അപ്പോൾ 6.75 വരും. അതിൽ നിന്ന് 1.25 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഷോൾഡർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 5.5 മാത്രമാണ് ഞാൻ ഷോൾഡർ എടുത്തിരിക്കുന്നത്. അത് തന്നെ താഴെ കൈക്കുഴിക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോർഷനിൽ നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1/4 എടുക്കുക. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത ആ പോർഷനിൽ ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈക്കുഴി ഒന്ന് കർവ് ചെയ്ത് കൂടി വരച്ചു കൊടുക്കുക കേട്ടോ. കൈക്കുഴി കർവ് ചെയ്ത് വരച്ചു കൊടുക്കാനുണ്ട്. ഇതേപോലെ 1 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലൈനിൽ ഹാഫ് എടുക്കുക കേട്ടോ. അപ്പോൾ 5.5യുടെ ഹാഫ് എടുക്കുക. എന്നിട്ട് അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് മേളിലൊന്ന് 1/2 ഇഞ്ചിലൊന്ന് സ്ലോപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പോർഷനിലാണ് നമ്മൾ സ്ലോപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒന്ന് 1/2 ഇഞ്ചിൽ സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് അവിടുത്തെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റിൻ്റെ ഒരു 1/2 ഇഞ്ച് വരും. അതും കൂടി കൂട്ടിയിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടതെന്ന് പറയുന്നത് 11 ഷേപ്പ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ടിട്ട് 11.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവിടുത്തെ ഷേപ്പ് വിഡ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷേപ്പ് വിഡ്ത്ത് എനിക്ക് വേണ്ടത് 28 ഇഞ്ചാണ്. ഇതിൻ്റെ 1/4 എടുക്കുമ്പോഴത്തേനും 7 ഇഞ്ചസ് കിട്ടും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഞാൻ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടുത്തെ വിഡ്ത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ലെങ്ത്തും ഇതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവിടുത്തെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1/4 എടുത്തിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടോട്ടൽ എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ഒരു ലെങ്ത്ത് എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് വരുന്നത് താഴത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാനും വേണം. പിന്നെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആ ഒരു തയ്യൽ തുമ്പും വരും. അപ്പോൾ അതുകൂടി കണക്കാക്കി വേണം നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ആ ലെങ്ത്തിൻ്റെ പോർഷനിൽ എത്ര വിഡ്ത്ത് കിട്ടുന്നുണ്ടോ അതിൻ്റെ ഫുള്ള് വിഡ്ത്തും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. മെറ്റീരിയലിന് കിട്ടുന്ന ഫുള്ള് വിഡ്ത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എന്നിട്ട് ഈ ടോട്ടൽ ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ ആ ഒരു ലെങ്ത്ത് ഇതേപോലെ ഷോൾഡറിൻ്റെ അറ്റത്തായിട്ട് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് അളന്നെടുക്കുക. അവിടെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കർവ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ.
എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയ അളവുകളൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് സൈഡും കൂടി കട്ട് ചെയ്യണം. ബാക്ക് സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടി ബാലൻസ് ഉള്ള ആ മെറ്റീരിയൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഫ്രണ്ട് സൈഡിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫോൾഡ് വരുന്ന വശത്ത് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് സൈഡും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടി ക്യാൻവാസ് പേപ്പറിലാണ് കേട്ടോ ഞാൻ നെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെക്കിന് വേണ്ട അളവിൽ ക്യാൻവാസ് പേപ്പർ എടുക്കുക. എന്നിട്ട് ഞാൻ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3.5 ആണ്. നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ചിൻ്റെ അര ഇഞ്ച് ഷോൾഡർ ജോയിൻ്റെ ഒരു അര ഇഞ്ച് വരും. അപ്പോൾ ആ ഒരു അര ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്ക്വയർ ആയിട്ടാണ് ഞാൻ നെക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ ആയിട്ട് ഞാൻ വരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാൻവാസിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ലൈനിങ് ആണ്. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് ആ അളവൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് അപ്പോൾ ഇതേപോലെ മടക്കിയിട്ടിട്ട് അതിൻ്റെ മീതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ മെറ്റീരിയൽ ഫോൾഡ് വരുന്ന വശത്ത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ താഴെ അതിൻ്റെ വിഡ്ത്ത് ഫുള്ള് കിട്ടത്തില്ല. അപ്പോൾ ലൈനിങ്ങിൽ കിട്ടുന്ന വിഡ്ത്താണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഒരു ലെങ്ത്ത് ഭാഗം കണ്ടോ, ആ ഒരു ലെങ്ത്ത് ഭാഗം ഒരു 2 ഇഞ്ചസ് മേലിലോട്ടാക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് വരുന്ന ആ പോർഷനിൽ എടുത്തിടാം. എന്നിട്ട് ആ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. സ്ലീവ്ലെസ് ടോപ്പ് ആയതുകൊണ്ട് സ്ലീവ് കട്ട് ചെയ്യുന്നില്ല. ബാക്കി കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ലൈനിങ് ഇതേപോലെ ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മീതെ നമ്മുടെ നല്ല മെറ്റീരിയൽ ഇതേപോലെ നിവർത്തിയിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ള് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിലപ്പോൾ ഷേപ്പ് വരുന്ന ആ ഒരു ലെങ്ത്തിൽ മാത്രമേ ഞാൻ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടി ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ബാലൻസ് ഉള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തില്ലേ, ആ ക്യാൻവാസ് എക്സ്ട്രാ ഇതേപോലെ മെറ്റീരിയൽ എടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ക്യാൻവാസും ലൈനിങ്ങും കൂടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതേപോലെ നല്ല വശത്ത് ക്യാൻവാസ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ കട്ടിങ് ഇട്ട് കൊടുക്കാം. തയ്യലിൽ മുട്ടാതെ വേണം കട്ടിങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് സ്ക്വയർ നെക്കായതുകൊണ്ട് ഈ 2 മൂലക്കും മാത്രമേ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കർവ് നെക്കാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് അകലത്തിലോ 1/2 ഇഞ്ച് അകലത്തിലോ കട്ടിങ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡിൽ നെക്കാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ നെക്ക് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബാക്ക് സൈഡിൽ ഇതേപോലെ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബാലൻസ് ഉള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ മൂലക്കൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ മുട്ടാതെ വേണം കട്ടിങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് സൈഡിലെ പീസ് ഇതേപോലെ എടുത്തിടുക. എന്നിട്ട് നല്ല വശവും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡറിന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ക്യാൻവാസ് വരുന്ന ആ സൈഡിൽ നിന്ന് മേളിലോട്ടാക്കിയിട്ട് അടിയിൽ വേണം ഫ്രണ്ട് സൈഡിൻ്റെ ആ ഷോൾഡർ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുന്നതനുസരിച്ച് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. 1/4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുന്നതെങ്കിൽ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കുന്നതെങ്കിൽ 1/2 ഇഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഷോൾഡർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് ബാക്ക് സൈഡിൽ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാൻവാസ് ഒന്ന് ഹെമ്മിങ്ങും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ നെക്കിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കഴിയുള്ളൂ. ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് സ്ലീവിൻ്റെ ആവശ്യമാണ്. അപ്പോൾ സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ആ കൈക്കുഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ക്രോസ് പീസ് എടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്ര ലെങ്ത്തിലാണ് വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ ക്രോസ് പീസ് എടുക്കാം കേട്ടോ. ഈ ക്രോസ് പീസ് ഇതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കോണായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നേരെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. നമ്മളുടെ ഈ കൈക്കുഴിയുടെ അവിടെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വശത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് യു സൈഡ് കറക്റ്റായിട്ട് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ടിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ച് അകലത്തിലോ 1/2 ഇഞ്ച് അകലത്തിലോ കട്ടിങ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ മടക്കിയിട്ടിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡിൽ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ അങ്ങ് മെറ്റീരിയൽ ഇതേപോലെ കൂട്ടിയിട്ടിട്ട് നമുക്ക് ആ ഷേപ്പ് വരുന്ന ആ ഒരു പോർഷൻ വരെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂട്ടി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഷേപ്പിൻ്റെ ആ ഒരു പോർഷൻ വരെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ട് സൈഡിലും ആ ഷേപ്പിൻ്റെ അവിടെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി സൈഡ് ജോയിൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും സെപ്പറേറ്റ് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ലൈനിങ് ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് മെയിൻ മെറ്റീരിയൽ മാത്രം എടുത്തിട്ട് നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ മേളത്തെയും താഴത്തെയും ലൈനിങ് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പുറമെ വരുന്ന മെറ്റീരിയലിൻ്റെ സൈഡ് മാത്രം ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മെയിൻ മെറ്റീരിയൽ ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ സൈഡ് ഇതേപോലെ എടുത്തിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പുറമേ വരുന്ന ആ മെറ്റീരിയൽ ഉള്ളിലേക്ക് നന്നായിട്ട് മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെയും സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴത്ത് മടക്കി കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ എടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിടുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ.